എൻ്റെ പേര് സതീഷ്. ഞാൻ കടവന്ത്ര വിനായകയുടെ പുറകിൽ നിന്ന് വരുന്നത്. എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് മാർച്ച് 9-ാം തീയതി രാവിലെ വണ്ടി ഓടിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് സ്ട്രോക്ക് പോലെ വന്ന് ഒരു സൈഡ് തളർന്നു പോയി. അതിനുശേഷം ഞാൻ മെഡിക്കൽ ടെസ്റ്റിൽ പോവുകയും അവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ട് നേരെ ഇൻഡോ അമേരിക്കൻ എൻ്റെ ബ്രെയിനിലൊരു ബ്ലോക്ക് ഉണ്ടായി. അതായിരുന്നു ഏറ്റവും വലിയ എൻ്റെ അസുഖം. അതോടുകൂടി എൻ്റെ സൈഡ് കംപ്ലീറ്റ് തളർന്നു പോയി. അങ്ങനെ തളർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അമ്മിണിയമ്മയെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞ് ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അസുഖം മാറുമെന്ന് പറഞ്ഞ കാരണം ഞാൻ ഇവിടെ വരികയും വന്നപ്പോൾ വളരെ പരിതാപകരമായിട്ട് 2 പേര് പിടിച്ചാണ് എന്നെ ഇവിടെ മേളിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ നടക്കുകയും വണ്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ട്രോക്ക് മാറി. ഇപ്പോൾ എനിക്ക് അതുകൂടാതെ നേരത്തെ സിനിമയൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ലായിരുന്നു. ഇപ്പോൾ ചെറിയ സെൻറ്റി കാര്യങ്ങൾ പോലും എൻ്റെ കണ്ണിനെ നിറയ്ക്കാറുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് തോന്നിയിരിക്കുന്നത്. സെൻറ്റിയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ പറയാനോ എനിക്ക് പറ്റാതുണ്ടായിട്ടില്ല. പിന്നെ അതുകൂടാതെ കൈ കാലുകൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യാനും എനിക്ക് പറ്റി. അതിനൊക്കെ ഇവിടെ പിന്നെ അതുകൂടാതെ എനിക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്യാൻ പോയിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ കൊളസ്ട്രോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഇവിടെ സഹായത്തിൽ വന്നതിന് ശേഷം. എൻ്റെ പേര് ബാലൻ TP എന്നാണ്. ഞാൻ ഗാന്ധിനഗറിൽ നിന്ന് വരുന്നു. 2010 ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാൻ തുടങ്ങിയതാണ്. അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ജയ അമ്മ എന്ന പേര്. ആ ചേച്ചി പറഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫും ഞങ്ങളൊരു 4-5 കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ വന്ന് തുടങ്ങിയതാണ്. അവരൊക്കെ നിർത്തി. കാരണം അവർക്കൊക്കെ അസുഖങ്ങളൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളെ ഉള്ളായിരുന്നു. അതൊക്കെ മാറിക്കിട്ടിയതിന് ശേഷം അവർ നിർത്തി. ഇവിടെ വരാനുണ്ടായ കാരണം എനിക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. അതേമാതിരി കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. അതായത് എൻ്റെ കൈവേദന പറഞ്ഞാൽ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൈ പൊക്കി പിടിച്ച് അത് പിടിച്ചു കഴിഞ്ഞാൽ ആ കൈ വീണ്ടും താഴ്ത്തണമെങ്കിൽ ഞാൻ എൻ്റെ മറ്റേ കൈ കൂട്ടിയിട്ട് വേണം താഴ്ത്തി ഇടുക. അത്രയ്ക്ക് വേദനയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് ഒരു 2-3 മാസം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടി തുടങ്ങി. എൻ്റെ കൈവേദനകൾ മാറി, നെഞ്ചുവേദന മാറി. അതിനൊക്കെ ഇപ്പോൾ വളരെ സുഖമുണ്ട്, ഒരു കുഴപ്പമില്ല. എൻ്റെ പേര് ഗുരു ആനന്ദൻ എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. ഞാനിവിടെ കൊറാളം കല്യാൺ സിൽക്സിലെ 6ാമത്തെ ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നു. എൻ്റെ പരിചയമുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഈ സഹായത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തോന്നിയെങ്കിലും പിന്നെ ആദ്യം കേട്ട് എനിക്ക് വലിയൊരു വിശ്വാസം വന്നില്ലെങ്കിലും ഞാൻ ഒരു 2 ദിവസം വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി. ഇവിടെ പ്രത്യേകിച്ച് വരാൻ കാരണം എനിക്ക് രാത്രിയിലെ ഉറക്കം വളരെ കുറവായിരുന്നു. ഷുഗറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അല്ലാതെ ഒരു തലവേദന, ഒരു മൈഗ്രെയിൻ പോലെ തലവേദന ഇടയ്ക്കിടെ എന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അതിനൊക്കെ ഇപ്പോൾ വളരെ മാറ്റമുണ്ട്. രാത്രി നല്ലതായിട്ട് ഉറങ്ങുന്നു, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, ഒരു ശരീരത്തിൻ്റെ ഉന്മേഷം കിട്ടുന്നുണ്ട്. ഷുഗറിൻ്റെയും വളരെ കുറവുണ്ട്. നിങ്ങളും അതേപോലെ സിറായത്തിൽ പതിവായി വരിക, മുടങ്ങാതെ വരിക, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയതിന് ശേഷം 1 മാസക്കാലം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വരാൻ തുടങ്ങിയത്. അപ്പം ഞാനിവിടെ വരാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം എൻ്റെ ഈ കാലിൻ്റെ വലത് കാലിൻ്റെ മുട്ടുകാല് വേദന, എൻ്റെ നടുവിനും ഒരു നൊമ്പര വേദന എനിക്കുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നാൽ മാറിക്കിട്ടും എന്ന് ആൾക്കാർ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയത്. 3-4 മാസം തുടർച്ചയായി ഇങ്ങനെ വന്നിട്ട് എനിക്കതിന് എൻ്റെ അസുഖത്തിനൊരു പ്രയോജനം കിട്ടിയില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് വരാതിരുന്നു. ഇതിൻ്റെ ഗുണം കാര്യമായിട്ട് ലഭിച്ചിട്ടില്ലല്ലോ. കുറച്ച് നാൾ കൂടി ഞാൻ പോകാം. സത്യത്തിൽ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ അയൽക്കത്തുള്ള ആൾക്കാർ 9 ആളെ ഞാനിവിടെ കൊണ്ടുവന്നു. ഞാനും ഇങ്ങനെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വരണ്ടെന്നുമുണ്ട്. ഇങ്ങനെ കാരണം എനിക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. പിന്നെ ഇപ്പം ഇവിടെ വന്നിപ്പോൾ 6-7 മാസമില്ലേ ഞാനിവിടെ വരണത് മുടങ്ങാതെ. പിന്നെ ചിലപ്പോഴൊക്കെ മുടങ്ങാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ബാച്ചിൽ വന്ന എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദം പുലർത്തി വരികയാണ്. അപ്പോൾ അത് കാരണം മുടങ്ങാനും കൂടി തോന്നുന്നില്ല. ഞാനിപ്പോൾ ചെയ്യണ ജോലി
രാവിലെയൊക്കെ പോയി ജോലി ചെയ്യണമെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ ഒരു 10-200 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും. അതും കൂടി ഉപേക്ഷിച്ചാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ ഈ ആൾക്കാരുള്ള ആ കൂട്ടായ്മ കൊണ്ട് എനിക്കത് വരാതിരിക്കാനും കൂടി തോന്നണില്ല. അതുകൊണ്ട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് ഓരോ ശരീരപ്രകൃതി അനുസരിച്ചിട്ടായിരിക്കും ഈ രോഗങ്ങൾ പെട്ടെന്ന് മാറുകയും അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് ഒരു തോന്നൽ. എൻ്റെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ രോഗം ഇവിടെ മാറാനായിട്ട് കുറേ താമസം നേരിടുന്നുണ്ട്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കസേരയിൽ ഇരുത്തി പൊക്കിക്കൊണ്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും കൂടി സഹായിച്ചിട്ടുണ്ട്. ആയെന്ന ആൾക്കാർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നടന്ന് കയറി വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഒരു കേട്ടുകേൾവിയല്ല, സ്വന്തം അനുഭവമാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ ആരും വരാതിരിക്കില്ല. എൻ്റെ പേര് മത്തായി, 61 വയസ്സായി. ഞാൻ വരുന്ന എളമക്കരയിൽ നിന്നാണ്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് ജോൺ ഇപ്പോൾ സംസാരിച്ചതുപോലെ അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് ആദ്യം വന്നപ്പോഴത്തേക്കും ഒരു എഫക്റ്റീവായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മൾ 1-2 ആ തെറാപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അനുഭവമായിട്ട് തോന്നി. എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് വാതത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരു 3-4 വർഷത്തിന് മുമ്പ് എനിക്ക് എഫക്റ്റ് ചെയ്തതുപോലെ തോന്നി. ഞാനത് ഇടയ്ക്ക് ചൂടൊക്കെ വെക്കുമായിരുന്നു, രാവിലെ നടക്കുമായിരുന്നു. പക്ഷെ എൻ്റെ കൈ ഇങ്ങനെ നേരെ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും അതിനെപ്പറ്റി കാര്യമായിട്ട് ഇവരോട് പറഞ്ഞില്ല. 8 ക്ലാസ്സോളം ആയി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൈ ഈസി ആയിട്ട് പൊക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വേറൊരു അനുഭവം ഉണ്ടായി. ഇന്നലെ ഹൈക്കോടതി പോകേണ്ടി വന്നു വക്കീലിനെ കാണാനായിട്ട്. 9ാമത്തെ നിലയിൽ ഞാൻ ലിഫ്റ്റിൽ കയറി. അപ്പോൾ താഴത്തേക്ക് വന്നപ്പോൾ ലിഫ്റ്റ് താഴത്തേക്ക് ഇറങ്ങിപ്പോയി. നേരെ ആ ലിഫ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് താഴത്തേക്ക് നടന്നു വരാൻ പറ്റിയ ശക്തി കൂടെ. അത് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് ഈ ക്ലാസ് എടുത്തതിൻ്റെ ഗുണമാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ പേര് ശ്രീജ. ഞാൻ അരൂരിൽ നിന്ന് വരുന്നു. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഒന്ന് കൊളസ്ട്രോൾ ഉണ്ടായി, ഒന്ന് എന്താണ് എല്ലിന് വളവുണ്ടായി, ഒന്ന് പിന്നെ ശരീരം നീർക്കോളുണ്ടായി, പിന്നെ ഉറക്കമില്ലായി. അതിൽ ഒരു ദിവസം 9 ഗുളിക ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ ടെൻഷൻ്റെ ഗുളിക, കൊളസ്ട്രോളിൻ്റെ, അങ്ങനെ. ഇപ്പോൾ ഒരു ഗുളിക പോലും കഴിക്കാറില്ല. എന്നാലും അങ്ങനെ വിട്ടുമാറിയിട്ടില്ല. എന്നാലും വന്നു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ഇപ്പോൾ 2 കൊല്ലമാകാൻ പോകുന്നു. ഉറക്കം കിട്ടണുണ്ട്, പിന്നെ എല്ലിന് വളവ് കുറവുണ്ട്, കൊളസ്ട്രോൾ ഇല്ല, പിന്നെ ശരീരത്തിന് നല്ല സുഖമുണ്ട്. ഇനി കണ്ടിന്യൂ ചെയ്യണം എന്താണ്? കണ്ടിന്യൂ ചെയ്യുന്ന ഇവിടെ അങ്ങനെ എല്ലാവരും പറയാണ്ട് രോഗങ്ങൾ വരാതിരിക്കാനും ഇപ്പം നിത്യവും കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കെമിക്കലുള്ള ഭക്ഷണങ്ങളാണ്. ആ ഭക്ഷണത്തിൽ നിന്നൊക്കെ മുക്തി നേരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ ഭാവിയിലേക്ക് പിള്ളേരെയും പറഞ്ഞ് മനസ്സിലാക്കുകയും പിള്ളേരെ കൊണ്ടുവരേണ്ടതും തള്ളമാരുടെയും അവരവരുടെ ആവശ്യങ്ങളാണ്. എൻ്റെ പേര് ജോൺ എന്നാണ്. ഞാൻ എളമക്കരയിൽ നിന്ന് വരുന്നു. എനിക്ക് 52 വയസ്സായി. ഞാൻ ഈ സിറാജം ഏകദേശം ഒരു 4 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഈ മെഷീൻ വാങ്ങിക്കാൻ കാരണം അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് വാങ്ങിച്ചത്. അതിലെനിക്ക് അനവധി കാര്യങ്ങൾ, എനിക്ക് ഷുഗറും മറ്റ് അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം വളരെ ആശ്വാസമുണ്ട്. എനിക്ക് ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് വളരെ അനായാസമായി സാധിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ 87 വയസ്സുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയ്ക്ക് പെട്ടെന്ന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖം വരികയും അന്നാണ് അറിയുന്നത്. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ച് ഡോക്ടർ അറിയുന്ന ആൾ പറ്റില്ല, വാൽവ് അമ്മയുടെ ചുരുങ്ങിപ്പോയി, അതുകൊണ്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ നാൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സിറാജം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ അനുഭവത്തിൽ നിന്ന് അത് വാങ്ങിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഈ സിറാജം ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിക്കുകയുണ്ടായി. അത് വാങ്ങിച്ചപ്പോൾ അമ്മനെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിച്ച് ഏകദേശം ഇതിന് ശേഷം 1.5 വർഷം കൂടി അമ്മ ജീവിച്ചിരിക്കുകയുണ്ടായി. അതെല്ലാം വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. നേരത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, നമുക്ക് നടക്കാനൊക്കെ
അനായാസമായിട്ട് നടക്കാനും പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം വളരെ ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിരുന്നു. അതിനെല്ലാം സറാജത്തിനോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ സറാജം നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ അത് വിശ്വാസത്തോടെ ചെയ്യണം, മുടങ്ങാതെ ചെയ്യണം. ചെയ്താൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്.